പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കേസിൽ വിമാന സുരക്ഷാ നിയമം ചുമത്തിയത് സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഈ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് വ്യക്തമായതോടെ കേസിന്റെ ഭാവി തുലാസിലായിരിക്കുകയാണ്. ഇത് പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാര നടപടികൾക്ക് വലിയ തിരിച്ചടിയായി മാറി. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണം ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദ്, നവീൻ കുമാർ, സുനീത് നാരായണൻ എന്നിവർക്കെതിരെ കേസെടുത്തത്. വധശ്രമം, ഗൂഢാലോചന, വ്യോമയാന നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചേർത്താണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ഈ വകുപ്പുകൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാത്തതാണ് പോലീസിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ഭരണകൂടം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം ശക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് കണ്ടപ്പോൾ മുദ്രാവാക്യം വിളിച്ചത് എങ്ങനെ വധശ്രമമാകും? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഇത്തരം കേസുകൾക്ക് പച്ചക്കൊടി കാണിക്കുമ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമായി മാത്രമേ കാണാൻ കഴിയൂ. ഇതിലെ മറ്റൊരു വിരോധാഭാസം പ്രതിഷേധക്കാരെ തടഞ്ഞ EP ജയരാജനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും വിമാന സുരക്ഷാ നിയമം ചുമത്തിയില്ല എന്നതാണ്. ഇൻഡിഗോ പോലും ജയരാജന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പോലീസ് ഇരട്ട നീതി കാണിക്കുന്നു എന്ന് വ്യക്തമാണ്. പ്രതിഷേധിച്ച ഫർസീൻ മജീദിനെതിരെ സർക്കാർ നടത്തിയ പ്രതികാര നടപടികൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അധ്യാപകനായ ഫർസീന്റെ 1 വർഷത്തെ ശമ്പള വർധന തടഞ്ഞുകൊണ്ടുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി ഇതിന് ഉദാഹരണമാണ്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണെന്ന് വ്യക്തമാണ്. ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഈ നടപടി സർക്കാർ അതിന്റെ എതിർശബ്ദങ്ങളെ സാമ്പത്തികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതുപോലെ തന്നെ ഫർസീനെതിരെ കാപ്പ ചുമത്താനുള്ള പോലീസിന്റെ നീക്കം അതിലേറെ വിചിത്രമായിരുന്നു. മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണത്തോടൊപ്പം പഴയ പെറ്റി കേസുകൾ വരെ കൂട്ടിച്ചേർത്ത് ഫർസീനെ നാടുകടത്താൻ പോലീസ് ശ്രമിച്ചു. ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ്. ഒരു ഭരണകൂടം അതിന്റെ പൗരനോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് കേരളത്തിൽ അപൂർവമാണ്. ഈ സംഭവങ്ങളെല്ലാം ഒന്നിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ജനാധിപത്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ കള്ളക്കേസുകളിൽ കുടുക്കിയും സാമ്പത്തികമായി തകർത്തും അവരുടെ ജീവിതം ദുരിതപൂർണമാക്കിയും ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ. പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ പോലും ഈ സർക്കാർ ഭയപ്പെടുന്നു.